അവരുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള സമരവുമായി മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഷാഹിദ കമാലിനെ പോലെയുള്ളവർ അവസാനം ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം പ്രതിഷേധത്തിന്റെ അധ്യക്ഷനായി ഡിവൈഎഫ്ഐയുടെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുണ്ടായിരുന്ന ഒരാളല്ല, ഇപ്പോൾ പുറത്താണ്. പക്ഷേ AICC മെമ്പറായും യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാം നേതാവായുമെല്ലാം ഈ സമൂഹത്തിനകത്ത് കോൺഗ്രസിനകത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇന്ന് ഈ നാടിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒട്ടനവധിയായിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, മഹത് വ്യക്തികൾ നമ്മുടെ നാടിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ 2021 ശേഷം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇങ്ങനെ ഒരു വ്യക്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിന് തന്നെ ഏക വലിയ അപമാനമാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ, അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ, നേതൃസ്ഥാനത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാർ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കഴിയണം, അവരെ വേണ്ട പോലെ കണ്ടെങ്കിൽ മാത്രമേ അവരെ പരിഗണിക്കുകയുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ തുടർച്ചയായി ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് പുനർജനി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ പേരിൽ ലോകം മുഴുവൻ നടന്ന് പണം പിരിച്ചിട്ട് പാവങ്ങൾക്ക് വീട് പണിതു കൊടുക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറവൂരിന്റെ വോട്ട് നേടി വിജയിച്ച VD സതീശൻ പറവൂരിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കണക്കില്ല. നിങ്ങൾ പിരിച്ച പണം എത്രയാണ് പിരിച്ചത്? നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചു. ആ ബാരിക്കേഡിന്റെ മുകളിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ഡിവൈഎഫ്ഐയുടെ കൊടിയും അവിടെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. എന്താ ഡയലോഗ്? ആ രാജംബി ദേവിന്റെ റോള് മന്ത്രിയായിട്ട് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും എല്ലാ ആളുകളുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് കടന്നു വരാറുള്ള വെള്ളയും വസ്ത്രം ധരിച്ച് എല്ലാ കല്യാണ വീടുകളിലും ഇങ്ങനെ ഓമനച്ചിരിപ്പോടെ സഞ്ചരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഇനി പറവൂരിനകത്തേക്ക് കാലെടുത്തു വെക്കുമ്പോ ഈ പറവൂരിനകത്തുള്ള സ്ത്രീകളെങ്കിലും ഏറ്റവും ശക്തമായ പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന സൂചന മാത്രമാണ് ഡിവൈഎഫ്ഐ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടൊരുക്കി വെക്കുന്നത്.